بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അദ്ദാഇ ഇലാ റിദ്വാനി. أما بعد اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. إن الله فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنا تؤفكون. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, അർശനുടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടവൻ്റെ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളായി, മുഖബിതീങ്ങളായി, സാലിഹീങ്ങളായി ജീവിക്കാൻ പാടുപെടുക. അതിന് അല്ലാഹു നമുക്കെവർക്കും തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് നാം ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ, ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു അതിനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ചർച്ച ചെയ്യപ്പെട്ടതായ ഖുതുബ ഡോക്ടർ സൗദ് ഷിറൈമാണ് ഇന്ന് സംസാരിച്ചത്. അത് മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിയിലും അർപ്പിച്ചതായ, അള്ളാഹു നൽകിയതായ പ്രത്യേകതകൾ ശരിക്ക് ഉപയോഗപ്പെടുത്തണം എന്ന സബ്ജക്റ്റാണ്. ഓരോരുത്തർക്കും മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെട്ട കഴിവ് അള്ളാഹു നൽകി കാണും. ആ കഴിവ് ഓരോരുത്തരും അതിനെ ഇൻമാ ചെയ്യൽ, വളർത്തൽ അവൻ്റെ ബാധ്യതയാണ്. നമുക്ക് എന്തെല്ലാം നന്മയുണ്ട്, ആ നന്മയുള്ളതെല്ലാം നാം കാണേണ്ടതും കണ്ടറിയേണ്ടതും അതിലേക്ക് എത്താൻ വേണ്ടി പാടുപെടേണ്ടതുമാണ് എന്നത് ഇസ്ലാമിൻ്റെ ശാസനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കുള്ള കഴിവ് മറ്റുള്ള ആളുടെ കഴിവ് പോലെയല്ല. വ്യത്യസ്തപ്പെട്ട വിദഗ്ധത ലഭിക്കുന്ന, കാണുന്ന രൂപത്തിലുള്ള കഴിവ് ഓരോ വ്യക്തിയിലും അല്ലാഹു നൽകി കാണും. ചിലപ്പോൾ ചെറുപ്പത്തിൽ നല്ല ബുദ്ധിയും വിവേകവും ഉള്ളതായ കുട്ടിയെ, നമ്മുടെ മക്കളെ നാം കാണുമ്പോൾ ആ കുട്ടിയെ നന്നായി പഠിപ്പിക്കണം, നന്നായി അവൻ്റെ ഇലാഹിനെക്കുറിച്ച്, അവൻ്റെ രക്ഷിതാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തണം, അവൻ നല്ല കഴിവുള്ള ഭക്തനാക്കി മാറ്റണം എന്ന നിർബന്ധം മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുപോലെ നാമും വലുതായി കഴിഞ്ഞാൽ നമ്മളിലുണ്ടാകുന്നതായ കഴിവ് കൽപ്പുകൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ആ കഴിവ് കൽപ്പ് നാം കാണുന്ന വേളയിൽ അതിനെ വളർത്തിയെടുക്കാൻ, അതിന് വേണ്ടതായ ഒത്താശകൾ അത് വളരാൻ വേണ്ടി ചെയ്തു കൊടുക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ശാസനകളുടെ ഒരു ഭാഗമാണ് എന്നതുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അനുചരന്മാരെ, നമ്മുടെ നേതാക്കളായ സഹാബാക്കളെ മദീനയിൽ വെച്ചിട്ട് ശിക്ഷണം നൽകുന്ന സന്ദർഭത്തിൽ ഓരോ വ്യക്തികളിൽ കാണുന്നതായ പ്രത്യേകത, ആ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ഉതകുന്ന, ആ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്ന ജോലി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഡ്യൂട്ടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെടാറുണ്ടായിരുന്നു. ഇത് നാം കേൾക്കുന്ന സന്ദർഭത്തിൽ മക്ക ഇമാം ഒരുപക്ഷെ ഉദ്ദേശിച്ചത്
മുസ്ലിം സമൂഹത്തെ മൊത്തത്തിലും ഖുതുബ കേൾക്കുന്നവരെ പ്രത്യേകിച്ചും ശരിക്ക് ബോധവൽക്കരിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കാം ഈ വിഷയത്തിൽ. അഥവാ ഒരു മനുഷ്യനുള്ളതായ കഴിവ് ആ കഴിവിനെ അവൻ തളർത്തിക്കളയരുത്, അവനതിനെ മരണപ്പെടുത്തിക്കളയരുത്. ആ കഴിവിനെ അവൻ വളർത്തിയെടുക്കണം, അതവൻ്റെ ബാധ്യതയാണ്. കാരണം ഒരു മനുഷ്യന് ബിസിനസ് ചെയ്യാനുള്ള നല്ല കഴിവ് ഉണ്ട്, പ്രാപ്തിയുണ്ട്. എന്നാൽ ബിസിനസ് ചെയ്യണം അദ്ദേഹം. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരിൽ, നമ്മുടെ ഇമാമുകളിൽ നല്ല നല്ല പേരെടുത്ത ജഹാബിദത്ത് എന്ന അറബി ഭാഷയിൽ സൂചിപ്പിക്കാൻ പറ്റുന്നതായ ഇമാമുകളെ നാം ബിസിനസ് ചെയ്യുന്നവരായി കണ്ടു. ബിസിനസ്സിൽ അവർ വളരെ പുരോഗതി പ്രാപിച്ചവരായും കണ്ടു. നമുക്ക് നമ്മുടെ നേതാക്കളിലേക്ക് തന്നെ നീങ്ങാം. നമുക്കറിയാവുന്നവരായ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ആ 10 പേർക്ക് ആദ്യമായിട്ട് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഭൂമിയിൽ വെച്ച് ഈ മദീനയിൽ നാം ഇരിക്കുന്ന നാട്ടിൽ വെച്ച് സന്തോഷ വാർത്ത നൽകപ്പെട്ടതായ നേതാക്കളിൽ മഹാനായ അബ്ദുറഹ്മാനുബിൻ ഔഫിനെ പോലത്തെ, അവർക്ക് മുമ്പ് മഹാനായ ഉസ്മാനുബിൻ അഫ്ഫാനിനെ പോലത്തെ ബിസിനസ്സിൽ പേരും പെരുമയും എടുത്ത മഹാകോടീശ്വരന്മാരെ ആയിട്ടാണ് അവരെ നാം കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ മുമ്പിൽ ഉണ്ടാകുന്നത് കൊണ്ട്, അഥവാ ഇസ്ലാമിലും അവർക്ക് ശരീരത്തിലും സ്വനഫ്സിലും എല്ലാം അത് ഫലപ്രദമാക്കാൻ അങ്ങനെയുള്ള കഴിവിലൂടെ സാധിക്കുമെന്നതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം. ഒരു മനുഷ്യൻ നല്ല കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയായി മാറുകയും ആ സാമ്പത്തിക ശേഷി ഉള്ളതിനെ അത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അള്ളാഹ് കൽപ്പിച്ച രൂപത്തിൽ ചെലവഴിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതും, അതേസമയത്ത് സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവ് കൽപ്പുള്ളതോടുകൂടി അതിനെ മരണപ്പെടുത്തി, അതിനെ മെരിപ്പിച്ച്, അതിനെ പ്രേരണ നൽകാതെ, അതിന് ചാൻസ് കൊടുക്കാതെ അവൻ മടിയനായി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ ആ കാര്യത്തിൽ അള്ളാഹ് ചോദിക്കപ്പെടും, അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. കാരണം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിഖ്ദ്, അസൂയ നമുക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് നല്ല കഴിവും പ്രാപ്തിയും കൽപ്പുമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. ആ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയെ നോക്കിയിട്ട് അസൂയ വെക്കാം. എങ്ങനെ അസൂയ? അദ്ദേഹത്തിൽ നിന്നിട്ട് ആ സാമ്പത്തിക ശേഷി നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കലല്ല, അദ്ദേഹം പാപ്പറായി മാറണം എന്ന് ആഗ്രഹിക്കലല്ല. അദ്ദേഹത്തിൻ്റെ പ്രാപ്തി ഉള്ളതോടൊപ്പം അതുപോലെയുള്ളതായ കാശി എനക്കുണ്ടാവണം, അവനെപ്പോലത്തെ കോടീശ്വരൻ ഞാനായിരിക്കണം, അവനെപ്പോലത്തെ ലക്ഷപ്പത്തി ഞാനായിരിക്കണം. എന്നിട്ടോ അദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ളതായ സേവനം, അള്ളാഹുവിൻ്റെ വഴിയിൽ ചെയ്യുന്നതായ സേവനം, അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്നതായ ആ ചെലവഴിക്കൽ പോലത്തത് എന്നെക്കൊണ്ടും ചെലവഴിക്കാൻ സാധിക്കണം എന്ന നിർബന്ധം പുലർത്തി ഒരാളുടെ കഴിവ് നോക്കി ആഗ്രഹിക്കാമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് ആ വ്യക്തിയിലുള്ളതായ ആ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അത് എനക്കും അങ്ങനെ ആവാമല്ലോ, അങ്ങനെയുള്ള കഴിവ് കൽപ്പ് എനക്കും ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഞാൻ എന്തിനാണ് ടൈം മുഴുവനും ഉറങ്ങിക്കൂട്ടുന്നത്, ഞാൻ എന്തിനാണ് മടിയനാകുന്നത്, ഞാൻ എന്തുകൊണ്ട് എൻ്റെ കഴിവിനെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല, എന്നിട്ട് അദ്ദേഹത്തിനെ പോലെ ആവാൻ വേണ്ടി പാടുപെടുന്നില്ല. റസൂല് പറയുന്നു, ഈ വ്യക്തിക്ക് സമ്പാദിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള വ്യക്തിയെപ്പോലെ ആവണമെന്നത് മാത്രമല്ല, അത് ആത്മാർത്ഥമായി ആ വ്യക്തിയെപ്പോലെ സമ്പത്തുള്ള ആളായി മാറിയതിൻ്റെ ശേഷം അദ്ദേഹം ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കണം എന്ന നിർബന്ധം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് ആഗ്രഹം, അദ്ദേഹത്തെ പോലെ ആവണമെന്ന്, തുല്യപ്പെടണമെന്ന് ആഗ്രഹം പുലർത്തുന്നതെങ്കിൽ ഫഹുമാ ഫിൽ അജ്രി സവാ, രണ്ടുപേരും എന്താണ്? പ്രതിഫലത്തിൽ തുല്യരാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു പക്ഷെ രണ്ടാമത്തെ ആഗ്രഹിച്ച ആള് ആഗ്രഹത്തിലേക്ക് എത്തിക്കാണുകയില്ല, പക്ഷെ ആഗ്രഹം സഫലീകരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ആ ആത്മാർത്ഥത കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പ്രതിഫലം നൽകി. ഇത് ഇക്കൂട്ടത്തിൽ ഈ അസൂയ എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അസൂയ എന്ന പദപ്രയോഗം റസൂലുള്ളാഹി ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അറബി ഭാഷയിൽ ഗിബ്ത എന്നാണ് പറയുക. ഗിബ്ത അല്ല, ഗിബ്ത, മനസ്സിലായില്ലേ? ഗിബ്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തിക്കുള്ളതായ പ്രത്യേകത. ഒരാൾ നല്ല വിജ്ഞാനമുള്ള വ്യക്തി, നല്ല പ്രാപ്തിയുള്ള വ്യക്തി, നല്ല കഴിവുള്ള വ്യക്തി, ഇൽമിൽ അദ്ദേഹം എഴുത്തുകാരനാണ് അല്ലെങ്കിൽ സാഹിത്യകാരനാണ്, അദ്ദേഹം പണ്ഡിതനാണ്, ഗ്രന്ഥങ്ങൾ രചിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിലൂടെ ജനങ്ങൾക്ക് ഫലപ്രദമാവാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൽമിലൂടെ. എന്ത് കാരണത്താൽ? ചിലപ്പോൾ ഇൽമുണ്ടായിരിക്കും, പറയാൻ അറിയില്ല, ഇൽമ് പഠിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഇൽമുള്ളതോടുകൂടി ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അറിയുന്ന ഒരു കഴിവ് അദ്ദേഹത്തിലുണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കാമെന്ത്?
എന്ത് അദ്ദേഹത്തെ പോലെ ഞാനും ഇൽമുള്ള ആളായി മാറുകയാണെങ്കിൽ ഞാനും പ്രാപ്തനായി മാറുമായിരുന്നേനെ, ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചിരുന്നേനെ, അദ്ദേഹം പ്രസംഗിക്കും പോലെ പ്രസംഗിച്ചിരുന്നേനെ, അദ്ദേഹം ദർസെടുക്കും പോലെ ദർസെടുത്തിരുന്നേനെ, അദ്ദേഹം ഗ്രന്ഥം രചിക്കും പോലെ ഗ്രന്ഥം രചിച്ചിരുന്നേനെ, അദ്ദേഹം ലേഖനം എഴുതും പോലെ ലേഖനം എഴുതിയിരുന്നേനെ എന്ന് കൊതിക്കുന്ന ഒരു വ്യക്തി, ആ കൊതിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൽ നിന്നിട്ടത് പോകണമെന്ന ആഗ്രഹമല്ല. അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായി മാറും? അസൂയായി മാറും. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് അസൂയായി മാറും. മറിച്ച് അദ്ദേഹത്തെ അതിലുള്ളതോടുകൂടി അങ്ങനെയുള്ള ആ രൂപത്തിലുള്ള വ്യക്തിയായി ഞാൻ മാറുകയാണെങ്കിൽ അദ്ദേഹം കാട്ടും പോലെ ഞാനും കാട്ടിയിരുന്നേനെ എന്ന പൂതി വെക്കുകയാണെങ്കിൽ ഫഹുമാ ഫിൽ അജ്രി സവാ, രണ്ട് വ്യക്തികളും തുല്യരാണ് പ്രതിഫലത്തിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ഇന്ന് മക്ക ഇമാം സൂചിപ്പിച്ച വിഷയം അതാണ്. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായ മുമയ്യസാത്തുകൾ, പ്രത്യേകതകൾ, വിദഗ്ധതകളായിട്ട് വ്യത്യസ്തപ്പെട്ട രൂപത്തിൽ ഒരു വ്യക്തിക്ക് ബാരിസാവാൻ, പ്രകടമാവാൻ സാധിക്കുമെങ്കിൽ ആ പ്രകടമാവാൻ വേണ്ടി അവൻ മനക്കെടണം, അവന് പാടുപെടണം, അതിനു വേണ്ടി പരിശ്രമിക്കണം, അത് മൂടിവെക്കരുത്, അതിനെ തളർത്തരുത് എന്നാണ് ഇന്ന് മക്ക ഇമാം പറഞ്ഞത്. അത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ച കൽപ്പനയിൽ നിന്നിട്ട് വന്ന ആ പ്രവാചക പ്രഭുവിൻ്റെ പ്രവചനത്തിനൊരു ഭാഗമാണ്. ഇഹ്രിസ് അലാമ യംഫഉക, ഇഹ്രിസ് അലാമ യംഫഉക, നിനക്ക് ഫലപ്രദമാകുന്ന എന്തൊക്കെയുണ്ട് അതിൽ നീ എന്ത് വേണം? അത്യാഗ്രഹം പുലർത്തണം. നിനക്ക് ഫലം കിട്ടുന്ന കാര്യം എന്തുണ്ട്? ഫലം കിട്ടുന്നത് നമുക്ക് ദ്രോഹമുണ്ടാകുന്നതല്ല. ഫലം കിട്ടുന്ന കാര്യം എന്തൊക്കെയുണ്ട്? ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ, വ്യാപാരമാണെങ്കിൽ വ്യാപാരം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവലാണെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ ആവലാണെങ്കിൽ ഡോക്ടർ, എന്തെല്ലാം ഒരു മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്നു, അത് അവനിൽ കഴിവുള്ളത് കൊണ്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം, അത് വളർത്തണം, ഇൻമാ ചെയ്യണം. എന്നിട്ട് റിസൾട്ടിലേക്ക് എത്തിക്കുന്ന പരിപാടി അല്ലെങ്കിൽ എത്തിക്കുന്ന കഴിവ് അത് അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ നിന്റെ നിർബന്ധം നിനക്കുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും എന്നർത്ഥം. ഇത് ശരിക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് പ്രാക്ടീസ് നൽകിയതായ വ്യക്തിത്വമായിരുന്നു നമ്മുടെ നിശ്ചിത നേതാവായ, നമ്മുടെ കണ്ണിലുണ്ടിയായ, നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അനുചരന്മാരോടുള്ളതായ പെരുമാറ്റത്തിലും സമീപനത്തിലും അവർക്ക് നൽകുന്നതായ ഓർഡറുകളിലും കൽപ്പനകളിലും അവർക്ക് നൽകുന്നതായ തർബിയത്തുകളിലും ശിക്ഷണങ്ങളിലും നമുക്ക് വളരെ തുറിച്ച് കാണുന്ന ഭാഗമാണ്. ഒരവസരത്തിൽ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിശേഷിക്കട്ട മനുഷ്യനാണ്, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ ഭാവിയിൽ നിന്നെ കൊണ്ട് സാധിക്കുന്നത് നീ കാട്ടിയാൽ മതി, എല്ലാം നിന്നെ കൊണ്ട് സാധിച്ചോളണമെന്നല്ല. കേൾക്കുന്ന സംഭവം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ബുഖാരിയിൽ 7148 നമ്പർ ഹദീസായിട്ടാണ് കണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തോട് നീ ശേഷിക്കട്ട വ്യക്തിയാണ്, അതായത് ശരീരപുഷ്ടിയെ കുറിച്ച് പറയുകയാണ്, തോളൊക്കെ പിടിച്ചിട്ട് നീ ശേഷിക്കട്ട വ്യക്തിയാണ്, നിന്നെ കൊണ്ട് ഭാരിച്ച ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഭാവിയിൽ ആരെങ്കിലും നിന്നെ അമീറാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നീ ഏറ്റെടുക്കരുത്. കാരണം നിനക്കത് അതിന് കഴിവ് കൽപ്പില്ല, നിനക്കതിന് പ്രാപ്തിയില്ല, ശാരീരിക പ്രാപ്തി ആയിക്കോളമെന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രജകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കീഴിൽ ജീവിക്കുന്നതായ സഹബാക്കളെ ഡോക്ടർമാർക്ക് രോഗിയെ അറിയും പോലെ അറിയുന്ന വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെക്കുറിച്ച് പരസ്യമായി അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീയിലൂടെ പലരെക്കുറിച്ചും അറിയിച്ചു കൊടുക്കാറുമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കാൻ പോകുന്ന നേതാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുമുണ്ട്. മുൻകൂട്ടി തന്നെ ഉമർ ഇന്ന രൂപത്തിലുള്ള വ്യക്തിയാണ്, ഇന്ന കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ ഉമറിനെ കുറിച്ച് പറഞ്ഞതുപോലെ റളിയല്ലാഹു തആല അൻഹും ജമീഅൻ ഓരോ സഹാബാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കഴിവ് കൽപ്പന മനസ്സിലാക്കി പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് അബൂദറിനോട് നിങ്ങൾക്ക് അമീറാൻ പറ്റുകയില്ല ഭാവിയിൽ, അഥവാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങളെ വല്ലരും പിടിച്ചിട്ട് ഇമാറത്ത് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. കാരണം ഇന്നഹ അമാന, അത് സൂക്ഷിപ്പ് സ്വത്താണ്, അത് മഹാബാധ്യതയാണ്, അത് മഹാഭാരിച്ച ചുമതലയാണ്, അത് ഏറ്റെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. അതേ സമയത്ത് ഇമാറത്ത് എന്ന് പറഞ്ഞാൽ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമ, അത് പരലോകത്തിൽ ഖേദത്തിനും ദുഃഖത്തിനും നിന്ദ്യതയ്ക്കും കാരണമായി തീരുന്നതായ ഒരു മഹാ അപകടമാണ്. എന്ത്? നേതൃത്വം. എപ്പോൾ? അതിന് അർഹരല്ലാത്തവൻ ഏറ്റെടുത്താൽ, ഏറ്റെടുത്തതിൻ്റെ ശേഷം ആ ഏറ്റെടുത്തത് പോലെ അത് നിർവഹിക്കാതിരുന്നാൽ, അതിനെ വഞ്ചിച്ചാൽ, ആ ജനങ്ങളെ ചതിച്ചാൽ, അവൻ്റെ കീഴിലുള്ളവരെ ചതിച്ചാൽ എന്നർത്ഥം. അത് ഖിസിയുൻ വ നദാമ, അത് ദുഃഖത്തിനും ഖേദത്തിനും കാരണമായി തീരും. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, അതിൻ്റെ അവകാശം നൽകിയവൻ ഒഴിച്ച്, വഅദ്ദല്ലദി അലൈഹി ഫീഹാ, അതിൽ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് അവനിൽ അർപ്പിച്ച ബാധ്യത നിർവഹിച്ചവൻ ഒഴിച്ച്, അവനെ
സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഹദീസ് അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കുകളിൽപ്പെട്ടതാണ്. ഈ സ്വർണ്ണ കൊണ്ട് എഴുതപ്പെടേണ്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രവചനം ലോക മുസ്ലിങ്ങൾക്ക് സകലം ഇത് പാഠമാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് പാഠമാണ്. നമുക്ക് കഴിവുള്ളതായ കാര്യങ്ങൾ അത് നാം നിർവഹിക്കാൻ വേണ്ടി നാം സന്നദ്ധരാവണം. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. അതിനുവേണ്ടി കച്ചുകെട്ടി പുറപ്പെടണം. നിനക്ക് ഫലപ്രദമായത് എന്തുണ്ട് അത് നീ ചെയ്യാൻ വേണ്ടി. ഉദാഹരണത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളൊക്കെ സദസ്സിലിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉപരി പഠനം നടത്തണമെന്ന് ബോധ്യമുണ്ട്. എന്നാൽ തുടക്കത്തിൽ തന്നെ 1ാം ക്ലാസ്സിൽ തന്നെ കോളേജിൽ എന്ത് ചെയ്യുക? മുംതാസ് ആവാൻ വേണ്ടി പാടുപെടുക. എന്താ ഉദ്ദേശം? ഉപരിപഠനം നടത്തണം, കൂടുതൽ ഗ്രന്ഥം പരിചയപ്പെടണം, നേതാക്കളെ കുറിച്ച് പരിചയപ്പെടണം, എൽമിനെ കുറിച്ച് പരിചയപ്പെടണം. അങ്ങനെ മുമ്പുള്ള പണ്ഡിതന്മാരൊക്കെ വിജ്ഞാനം, നാം മുമ്പുള്ള ഹദീസിൽ പറഞ്ഞതുപോലെ വിജ്ഞാനം നേടാൻ വേണ്ടി പാടുപെട്ടതുപോലെ എനിക്ക് പാടുപെടണം. ഒരു പക്ഷേ അള്ളാഹു അതിന് തൗഫീഖ് നൽകിയേക്കാം. ഒരു പക്ഷേ അത് അള്ളാഹു അവന് വേറെ ഹൈറാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് നൽകണ്ടെന്ന് വെച്ചേക്കാം. പക്ഷെ നമ്മുടെ പരിശ്രമം നാം നടത്തിക്കൊണ്ടേയിരിക്കണം. നാം അതിൽ എന്ത് ചെയ്യരുത്? പിന്നിലാവരുത്, നാം പിൻവലിക്കരുത്. നാം അതിൽ കസൽ എന്ന് പറയുന്നല്ലേ, എന്താ കസൽ എന്ന് പറഞ്ഞാൽ കുസാല, മടിയന്മാരായി മാറരുത്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാമിൻ്റെ ബാധ്യതകളൊക്കെ വളരെ വർദ്ധിച്ചതായി പോയി റസൂലെ, എന്താ കാട്ടാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, എന്ത്? ഇസ്ലാമിൻ്റെ ബാധ്യതകൾ നിർവഹിക്കേണ്ട എന്ന് പറഞ്ഞില്ല, ആ ബാധ്യതകൾ മുഴുവനും നിർവഹിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സുന്നത്തുകളൊക്കെ ആയിരിക്കും സഹാബാക്കൾ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ചോദിക്കുന്ന വ്യക്തി സഹാബിയാകുമ്പോൾ ഫർളായ കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കൂല, അതൊരു സഹാബി ചോദിക്കൂല. അങ്ങനെയുള്ളതായ ആ മടിയന്മാരുടെ ചോദ്യം നമ്മുടെ നേതാക്കൾ ചോദിക്കുകയില്ലല്ലോ, പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നർത്ഥത്തിലേക്കായിരിക്കാം. മനസ്സിലായില്ലേ? അടിവരയിടുക. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വിട്ടില്ല. അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന, അദ്ദേഹത്തിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ, രാത്രി ഹയാത്താക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നോമ്പ് പിടിക്കേണ്ട സമയത്തിൽ നോമ്പ് പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നർത്ഥം. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട് എന്നും നനഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട് എന്നും നനഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന നാവായി കഴിഞ്ഞാൽ അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവിൻ്റെ ഉടമ നമസ്കാരത്തിൽ വീഴ്ച വരുത്തൂല. അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവിൻ്റെ ഉടമ നോമ്പിൽ വീഴ്ച വരുത്തൂല. അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവിൻ്റെ ഉടമ സക്കാത്തിലും ഹജ്ജിലും, ഹജ്ജ് നിർബന്ധമാണെങ്കിൽ വീഴ്ച വരുത്തൂല. അല്ലാഹുവിനെ സ്മരിക്കുന്ന ആ നാവിൻ്റെ ഉടമ അവൻ പരിപൂർണ മുഅ്മിനായി അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വരുന്ന ഒരു മഹാ ചികിത്സയാണ് അല്ലാഹുവിൻ്റെ ദൂതൻ ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്ത ചികിത്സ. അപ്പോൾ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർവ്വരോഗം മാറാനും, അദ്ദേഹത്തിൻ്റെ മടി മാറാനും, അദ്ദേഹം വളരെ തഖ്വയുള്ള വ്യക്തിയായി മാറാനും, ഈമാൻ പുഷ്ടിയുള്ള വ്യക്തിയായി മാറാനും അത് കാരണമായി തീരുമെന്നത് കണ്ടുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതായ ഒരു ചികിത്സയാണ് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കലുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്ന്. എന്തുകൊണ്ട്? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ്. അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച സൽക്കർമ്മങ്ങൾ ആ വിശ്വാസത്തെ ആധാരമാക്കി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ചികിത്സ ലഭിക്കാൻ വേണ്ടിയുള്ള ആളാക്കി മാറ്റിയതാണ് റസൂലുള്ളാഹി ആ വ്യക്തിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ച വിഷയത്തിന്റെ പൊരുൾ. അതെന്താണ്? ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായ കഴിവുകൽപ്പ് എന്താണ്? അത് ഉപയോഗപ്പെടുത്തുക. അത് നാം തന്നെ നമ്മെ ചികിത്സിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ചികിത്സയാണ്. നമുക്ക് എന്തെല്ലാം കഴിവുണ്ട്, ആ കഴിവ് നാം അത് ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്കറിയില്ല എന്നാണ് NOC വരിക എന്ന്. ഏത് നിമിഷത്തിലാണ് നമ്മുടെ അടുക്കിലേക്ക് മലക്കുൽ മൗത്ത് വരിക. വന്നു കഴിഞ്ഞാൽ നിന്ന നൃത്തത്തിലേക്ക്, ഇരുന്ന ഇരുത്തത്തിലേക്ക്, കിടന്ന കിടത്തത്തിലേക്ക് അവിടെ നിന്ന് പിടിക്കും. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഒരു ശ്വാസം പോലും കഴിക്കാൻ സമ്മതിക്കൂല, ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ സമ്മതിക്കില്ല. മരണപ്പെടുത്തം ഞാൻ പറയാറുണ്ടല്ലോ, അതാണ് മരണപ്പെടുത്തം. അതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മരിച്ച വ്യക്തിയെക്കുറിച്ച് ഡോക്ടർമാരെ പേര് വെച്ചത് എന്താണ്? ഹാർട്ട് ഫെയിൽ. എല്ലാവരും ഹാർട്ട് ഫെയിൽ ആവാതെ ഹാർട്ട് പാസ്സായ ജീവിക്കും. മരിക്കുന്നവരൊക്കെ ഹാർട്ട് ഫെയിലായിട്ടാണ് മരിക്കുക. മനസ്സിലായില്ലേ? എന്താ അങ്ങനെ പേര് വെക്കാൻ കാരണം? വേറെ പേരില്ല,
വേറെ പേര് കിട്ടിയില്ല അവർക്ക്. അപ്പോൾ മനുഷ്യന് മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൂപ്പരുടെ ഹാർട്ട് സ്റ്റോപ്പ് ആകുകയാണ്. അപ്പോൾ ആ മരണമാസന്നമാകുന്ന വേളയിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. മുമ്പ് അവൻ ചെയ്ത അമൽ അവിടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കി അള്ളാഹുവിന് രക്ഷയോ ശിക്ഷയോ നൽകുന്നു എന്നല്ലാതെ അവസാനം അവൻ പറയുന്ന വാക്ക് എന്താണെന്ന് നോക്കി അവിടുന്ന് അവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഇത് സോടതിയല്ല, ബൈ ചാൻസ് അല്ല. മരിക്കാൻ പോകുന്ന വേളയിൽ ഒരു ഇല്ലല്ലാഹ് പാട്ട് പാടി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് മോഹം വേണ്ട. മറിച്ച് മുമ്പ് നീ ഏത് ലൈലിലാണ് നിൽക്കുന്നത്? ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹ് നിർത്തിയ ആ ക്യൂവിലാണ് നിൽക്കുന്നത് എങ്കിൽ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന്റെ നിയമാവലികൾ നടപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മരിക്കുമ്പോൾ സുഖലോലുപനായിട്ട് മരിക്കാം. അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാലും ചെല്ലാതെ മരിച്ചാലും ഒരു പ്രശ്നവുമില്ല. അതേ സമയത്ത് പ്രശ്നം എവിടെയാണ് വരിക? പ്രശ്നം ജീവിക്കുന്ന വേളയിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാതിരുന്നാൽ ആ അപകട സന്ദർഭമാകുന്ന മരണം, ആ മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ അപകടത്തിൽപ്പെടും. ആയിനത്തിൽ നാം ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. ഇതിന്റെ അർത്ഥം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാൽ പ്രയോജനമില്ല എന്ന അർത്ഥത്തിലേക്കല്ല. പ്രയോജനമുണ്ട്. ആർക്ക്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച വ്യക്തിക്ക്. തൗഹീദ് ഉൾക്കൊള്ളാതെ ജീവിച്ച വ്യക്തിക്ക് എന്തില്ല? ഈ വിഷയത്തിൽ ഒരു കേസറ്റ് തന്നെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ശബ്ദത്തിൽ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെറ്റിലും യൂട്യൂബിലും മറ്റൊക്കെ കിട്ടും. സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു ഇറക്കുന്ന വഹീനെ, ഈ കലാമിനെ, അള്ളാഹുവിൻ്റെ കലാമിനെ ഈ മദീനയിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി റസൂൽ സെലക്ട് ചെയ്തതായ നേതൃത്വങ്ങളിൽ ഒരു നേതൃത്വമാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, ജൂതന്മാർ ഇടയ്ക്കിടെ എന്നോട് വന്നിട്ട് എന്തൊക്കെ പറയും, അവർ പറയുന്ന ഭാഷ എനിക്കറിയുകയില്ല, ഒരു പക്ഷേ ആ ഭാഷ ഞാൻ അറിയാത്തത് കാരണത്തിൽ എന്നെ വഞ്ചിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ ഭാഷ പഠിക്കാൻ ഒരു വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സെയ്ദിനെ റസൂലുള്ളാഹി സെലക്ട് ചെയ്തു. സെയ്ദിനെ റസൂൽ സെലക്ട് ചെയ്ത ശേഷം 15 ദിവസം കൊണ്ടാണ്, അദ്ദേഹം തന്നെ പറയുന്നു ബുഖാരിയിലുള്ളതുപോലെ, 15 ദിവസം കൊണ്ട് അദ്ദേഹം ആ ഹിബ്രു ഭാഷ അഥവാ യഹൂദികളുടെ ഭാഷ മഹാനായ സെയ്ദ് പഠിച്ച് ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം മക്കളാവട്ടെ, നമ്മുടെ പരിചയക്കാരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല, അവരിലുള്ള കഴിവ് നാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കഴിവ് വളർത്താൻ വേണ്ടി നാം എല്ലാ ഒത്താശകൾ ചെയ്തു കൊടുക്കണം. അതിന് അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് സക്കാത്ത് നാം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് രക്ഷോട്ട അറിയും, അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ജോലി ചെയ്യാൻ അറിയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷ വേണം, അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ സക്കാത്തായിട്ട് രക്ഷ വാങ്ങാനുള്ള കാശുണ്ടെങ്കിൽ രക്ഷ വാങ്ങിയിട്ട് തൗഹീദുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷ വാങ്ങി അദ്ദേഹത്തിന് സക്കാത്താക്കി മാറ്റുക. അദ്ദേഹം ഒരു കൊല്ലം കഴിയുമ്പോൾ സമ്പാദിച്ച് കഴിവുള്ള ആളായി മാറും, നിന്നെപ്പോലെ സക്കാത്ത് കൊടുക്കുന്ന ആളായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഉള്ളതായ കഴിവ് എന്താണെന്ന് നോക്കിയിട്ട് ആ കഴിവിനെ നാം വളർത്താൻ വേണ്ടി പാടുപെടണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ജീവിക്കുന്ന റസൂലുള്ളാഹിന്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബൈ ഹാർട്ടാക്കാൻ കഴിവുകൾപ്പുള്ള ഇൽമുൽ ഹദീസിനോട് സ്നേഹമുള്ള, റസൂലുള്ളാഹിനെ ചുറ്റിപ്പറ്റി ജീവിക്കണമെന്ന് പൂതിയുള്ള, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന, അതിനെ അലച്ച വെക്കുന്ന, പച്ച മലയാളത്തിൽ പഴയ മലയാളത്തിൽ അത്യാഗ്രഹം പുലർത്തുന്ന, അങ്ങനെയുണ്ടല്ലോ നിങ്ങൾ ചില പണ്ഡിതന്മാരുടെ ബാക്കിൽ ചില വിദ്യാർത്ഥികൾ ഇങ്ങനെ പണ്ഡിതൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലാസ്സൊക്കെ എടുത്തിട്ട് പ്രയാസപ്പെട്ട് പുറത്തു പോകുമ്പോഴും മൂപ്പര് ബാക്കിൽ കൂടും, കാറ് വരെ കൂടും. എന്നിട്ട് അവസാന നിമിഷം വരെ ചിലപ്പോഴൊക്കെ പരിസരത്തുള്ളവർ പറയും, ഒന്ന് ഷെയ്ഖിനെ വിശ്രമിക്കാൻ വിട്ടേക്കൂ, അദ്ദേഹം കാറിൽ കയറട്ടെ, അദ്ദേഹം പ്രയാസത്തിലാണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് പറയാൻ തോന്നും, പക്ഷെ അദ്ദേഹം അതൊന്നും കൂട്ടാക്കൂല. കാരണം ഷെയ്ഖിന് കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തണമെന്ന് നിർബന്ധം. അങ്ങനെ അലച്ച എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അത്യാഗ്രഹം അത് മഹാനായ അബൂ ഹുറൈറയിൽ ഉണ്ടായിരുന്നു. അത് അവിടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങളെ നമ്മുടെ ഉമ്മത്ത് മുഹമ്മദിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്പ 2-3 വർഷത്തിലൂടെ മഹാനായ അബൂ ഹുറൈറക്ക് സാധിച്ചു എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന നാം അംഗീകരിക്കുന്ന, ലോകത്തോട് പ്രഖ്യാപിക്കുന്ന പച്ച പരമാർത്ഥമാണ്. അതിനെ എതിർക്കുന്നവർ എതിർത്താലും
ഗണ്ണിക്കുന്നവർ ഗണ്ണിച്ചാലും അവരുടെ ഉസ്താദന്മാർ അതിലാരാണ്? ഓറിയന്റലിസ്റ്റുകാരായ സിയോണിസ്റ്റുകാരുടെ അനുചരന്മാരാണ് എന്നല്ലാതെ സത്യവിശ്വാസികൾ ഒരിക്കലും അങ്ങനെ ഏറ്റുപാടുന്നതല്ല, അവരുടെ ബേക്കിൽ കൂടുന്നതല്ല, അവർ പറഞ്ഞതുപോലെ പറയുന്നതും അല്ല, അത് നമുക്ക് പറയാൻ സാധിക്കുന്നതുമല്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ നേതാവിനെ നാം പരിചയപ്പെട്ടത്. അവരുടെ പരിസരത്തുള്ളവരിലുള്ള ആ ഓരോ കഴിവ് കൽപ്പിനെ പരിഗണിച്ച് അതിന് പ്രത്യേകത മനസ്സിലാക്കി അവരെ അതിനുവേണ്ടി തയ്യാറാക്കലാണ്. അത് റസൂലുള്ളാഹി ചെയ്യാറുള്ള പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അതിലൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമില്ല. എത്ര കട്ടിയുള്ള എത്ര വാല്യമുള്ള പുസ്തകങ്ങൾ അബൂ ഹുറൈറയ്ക്കെതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ എഴുതിയാലും ഹദീസ് നിഷേധികളായ ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയുന്ന ഖുർആൻ നിഷേധികളായ മുർത്തദ്ദുകൾ പാടി പേറി നടന്നാലും നാം അത് കൂട്ടാക്കുന്നതല്ല എന്നത് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്. ഉദാഹരണത്തിന് മൂന്നാമത്തെ വ്യക്തി ഖാലിദ് ഇബ്നു വലീദിനെ പോലെ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ ഉടനെ തന്നെ മുമ്പേ നിങ്ങൾ വരണമെന്ന് പൂതിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ ആ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു മക്ക ഫതന അല്പ ദിവസങ്ങൾ മുമ്പായിട്ടാണ് ഇസ്ലാം മതം വിശ്വസിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഇസ്ലാമിനെതിരിൽ ഞാൻ മുസ്ലിമായിരുന്ന കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പാടുപെട്ടതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പാപത്തിന് മോചനം നൽകാൻ, ഞാൻ ചെയ്തു പോയതായ തെറ്റുകൾക്ക് മാഫ് ചെയ്യാൻ അല്ലാഹുവിന്റെ മതത്തിന് വേണ്ടി ഞാൻ സേവിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തെ അതിനുവേണ്ടി ഒഴിഞ്ഞിട്ടു. അത് കാരണത്താൽ അദ്ദേഹത്തിനുള്ളതായ കഴിവ് കൽപ്പന കണ്ടതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മുഅ്തദ് യുദ്ധത്തിൽ നിങ്ങളെ ഞാൻ പലപ്പോഴും കേൾപ്പിച്ചതായ ആണ്. ഇവിടുത്തെ അൽ ജസീറയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നുള്ളതായ സൗദി അറേബ്യ എന്ന നാട്ടിന്റെ പുറത്തുള്ളതായ അന്നത്തെ കാലഘട്ടത്തിൽ ഷാമായി അറിയപ്പെടുന്നതായ നാട്ടിലുള്ള ബൽഖ എന്ന നാട്ടിൽ നടന്നതായ മുഅ്തദ് യുദ്ധത്തിന് വേണ്ടി ഈ മദീനയിലുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതിനിധിയായ ഒരു സഹാബിയെ അവിടേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ ആ സഹാബിയെ അവിടെ വധിക്കപ്പെട്ടു. പ്രതിനിധികളെ വധിക്കുക എന്നത് രാജ്യദ്രോഹമാണ് എന്ന നിയമം പണ്ട് തന്നെ ഭൂമിയിൽ ഉള്ളതാണ്. അങ്ങനെയുള്ള രാജ്യദ്രോഹം ഗസ്സാനി രാജാവിന്റെ പ്രതിനിധികൾ അവിടെ കാട്ടിച്ചപ്പോൾ ഇപ്പോൾ ഉർദുനി എന്ന പേരിൽ അറിയപ്പെടുന്ന നാട്ടിന്റെ പരിസരത്തിലാണ് അതുള്ളത്. ആ സ്ഥലത്ത് വെച്ചിട്ട് ഇതൊന്നും മുഅ്തദ് യുദ്ധം നടന്നത്. അവരോട് പകരം ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് പ്രഗത്ഭരായ റസൂൽ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടവരായ ജഅഫർ ഇബ്നു അബീ താലിബിനെ പോലത്തതായ നേതൃത്വങ്ങളെ ഇവിടെ നിന്ന് നിയോഗിച്ച് അയക്കപ്പെട്ടതായ സന്ദർഭത്തിൽ ആ പട്ടാളം അവിടെ വെച്ചിട്ട് പോരാടി അവരിലിട്ട് ഓരോരുത്തരും അവരുടെ കൂടെയുള്ള നേതൃത്വങ്ങൾ അവരുടെ കയ്യിനെ കാലിനെ ചിഹ്നമായിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അവിടെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ഷഹീദായി അവർ അർപ്പിച്ചതായ അർപ്പണത്തിന് ശേഷം അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കാലേക്കൂട്ടി വിവരം നൽകിയതനുസരിച്ച് മുഅ്മിനീങ്ങൾ മുസ്ലിങ്ങൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തി അവിടെ നേതൃത്വം വഹിക്കട്ടെ എന്ന് പറഞ്ഞതനുസരിച്ച് മഹാനായ ഖാലിദ് ഇബ്നു വലീദിനെ ആ പട്ടാളം തെരഞ്ഞെടുക്കുകയും ആ പട്ടാളത്തിന് വിജയം കൈവരുത്താൻ സാധിക്കുകയും വിജയത്തോടു കൂടി മദീനയിലേക്ക് കടന്നു വരികയും മടങ്ങി വരികയും ചെയ്തു. അങ്ങനെയുള്ളതായ സന്ദർഭത്തെ അവരവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ മദീനയിലുള്ളതായ മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് വാർത്തകൾ കമ്പിയിലൂടെ വഹിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുള്ളതായ ആ യുദ്ധത്തിന് പോയവരുടെ കുടുംബക്കാരും അല്ലാത്തവരും ഒരുമിച്ച് കൂടി വാർത്ത അറിയാൻ വേണ്ടി നാം യുദ്ധങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ റേഡിയോയുടെ താഴെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ താഴെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ താഴെ ഇരുന്നു കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് പ്രതീക്ഷിച്ച് ആകാംക്ഷയോട് കൂടി ഇരിക്കുന്ന രൂപത്തിൽ സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ തടിച്ചുകൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദർ റായത ഫുലാൻ ഇന്ന വ്യക്തി പതാക പിടിച്ചു അദ്ദേഹം ഷഹീദായി, ഇന്ന വ്യക്തി പതാക പിടിച്ചു അദ്ദേഹം ഷഹീദായി, ഓരോ വ്യക്തികൾ പതാക പിടിച്ചു അദ്ദേഹം ഷഹീദായി. അവസാനമായി ഞാൻ കൽപ്പിച്ചതനുസരിച്ച് മുസ്ലിം പട്ടാളം അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഉരപ്പെട്ട വാളിനെ സെലക്ട് ചെയ്തു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഉരപ്പെട്ട വാളി എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ വഹിയിലൂടെ നൽകപ്പെട്ടതായ ഒരു മഹാ സർട്ടിഫിക്കറ്റാണ്, മഹാ ബഹുമതിയും ബഹുമാനവും ആണ് മഹാനായ ഖാലിദിന് ലഭിച്ചത്. അള്ളാഹുവിന്റെ സൈഫുല്ലാഹിൽ മസ്ലൂൽ ആ പേര് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ധീരയോദ്ധാവായിരുന്നു. കിട്ടിയതിൻ്റെ ശേഷം പിന്നെ പറക്കുന്ന വ്യക്തിയായി മാറി. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി അതിനുശേഷം അദ്ദേഹം ജീവിച്ച സർവ്വ പോരാട്ടങ്ങളിൽ അദ്ദേഹം ധീരയോദ്ധാവായി പ്രവർത്തിക്കുകയും ചെയ്തു. ആ കഴിവ് കൽപ്പ് അദ്ദേഹത്തിൽ മനസ്സിലാക്കി. അതുപോലെ ഫിഖ്ഹിന്റെ മസല അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞില്ല, ഹദീസ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിൽ പെടാത്തത് ചോദിക്കാൻ പറഞ്ഞില്ല. മറിച്ച് ഓരോ വ്യക്തിയുടെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി ആ കഴിവ് കൽപ്പ് അനുസരിച്ച് ആ കഴിവ് കൽപ്പ്
ഉയർപ്പിനെ, ഇസ്ലാമിന്റെ നന്മയ്ക്ക് വേണ്ടി, അതിന്റെ വിജയ പതാക പറക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി എന്നതിലേക്കുള്ള തെളിവാണ് നാം കണ്ടത്. മക്ക ഇമാം തുടർന്നു, അർഹമു ഉമ്മത്തി ലി ഉമ്മത്തി അബൂബക്കർ, എൻ്റെ ഉമ്മത്തുകളിൽ ഏറ്റവും ഉമ്മത്തുകളോട് കിർഫയുള്ള കനിവുള്ളവർ എൻ്റെ ഉമ്മത്തുകളിൽ അത് അബൂബക്കറാണെന്ന് മഹാനായ റസൂലുള്ളാഹി അബൂബക്കറിനുള്ള പ്രത്യേകത പറയുകയാണ്. അദ്ദേഹം കനിവുള്ള മനുഷ്യനാണ്. ബദർ യുദ്ധം നടന്നപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചതിന് വിപരീതമാണെങ്കിലും ആ കനിവ് അവിടെ കണ്ടു. എന്താണ്? മക്കയിൽ നിന്നിട്ട് വന്ന ആ ഇസ്ലാമിനെ, റസൂലുള്ളാഹിന്റെ ഭാഷയിൽ തന്നെ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം ജീവിച്ച സന്ദർഭത്തിൽ ആ പാടുപെട്ടതായ വിഭാഗം റസൂലുള്ളാഹിനെ അങ്ങേയറ്റം ആക്രമിച്ച്, ദ്രോഹിച്ച്, മർദ്ദിച്ച്, കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കി വധിക്കാൻ വേണ്ടി കല്ലെറിഞ്ഞുകൊണ്ടും ഏത് രൂപത്തിലും വീട് വളഞ്ഞ് വധിക്കാൻ വേണ്ടിയൊക്കെ പല രൂപത്തിൽ പരിശ്രമിച്ച വിഭാഗം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട് വിട്ടിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ എന്നിട്ടും അവർ വിട്ടില്ല. മറിച്ച് അവർ ഒരുങ്ങി തയ്യാറെടുത്ത് അവരുള്ള കഴിവ് എല്ലാം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവര് എന്ത് ചെയ്തു? ബദറിലേക്ക് റസൂലുള്ളാഹിയോട് പോരാടാൻ വേണ്ടി വന്നതായ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമാംവിധം, അത്ഭുതം നമുക്കാണ്, അത്ഭുതകരമാംവിധം ആ 3 ഇരട്ടി വലിപ്പമുള്ളതായ പട്ടാളത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു വിജയം നൽകി. ഇൻ തഹ്ലിക ഹാദിൽ ഉസാബത ഫലൻ യുഅബദ്, ഈ ഉസാബത്തിനെ നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കാൻ വേറെ ആരുണ്ട് റബ്ബേ എന്ന പദപ്രയോഗം റസൂലുള്ളാഹി അവിടെ വെച്ചിട്ട് പറഞ്ഞതായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്തു. ഇത് തസ്തഗീതുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ എന്ന ആയത്ത് ഈ വിഷയത്തെക്കുറിച്ച് അല്ലാഹു ഖുർആൻ ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അല്ലാഹു കൂട്ടമായിട്ട് മലക്കുകളെ അവരുടെ വീര്യം കൂട്ടാൻ വേണ്ടി അല്ലാഹു ഇറക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ബദർ യുദ്ധത്തിൽ പോരാടിയ സന്ദർഭത്തിൽ 70ഓളം പേര് വധിക്കപ്പെടുകയും 70ഓളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇവരെക്കുറിച്ച് എന്ത് വേണമെന്ന തീരുമാനം റസൂലുള്ളാഹി ആരാഞ്ഞപ്പോൾ സഹാബാക്കളോട് മഹാനായ അബൂബക്കർ പറഞ്ഞു, അവർക്ക് മാഫി ചെയ്യണം, അവരെ വിട്ടുകളയണം, അവരെ കൊല്ലാൻ പാടില്ല, അവരെ നമുക്ക് അഭയാർത്ഥികളാക്കി മാറ്റാം, എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കാം, എന്നല്ലാതെ അവരെ നാം വധിക്കേണ്ടതില്ല എന്ന്. പക്ഷേ ഉമറുൽ ഖത്താബ് നേരെ വിപരീതമാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമറിന്റെ കൂടിയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ. എങ്കിലും നമുക്കിവിടെ വിഷയം എന്താണ്? റസൂൽ പറഞ്ഞ വാക്ക് അതേതാണ്? എൻ്റെ ഉമ്മത്തുകളിൽ അങ്ങേയറ്റം കിർഫയുള്ള വ്യക്തിയാണ് അബൂബക്കർ. ഉമ്മത്തുകളോട് ഏറ്റവും കിർഫയുള്ള വ്യക്തിയാണ്. അത് അമുസ്ലിങ്ങളോട് വരെ ആ കിർഫ അബൂബക്കറിൽ തുറിച്ച് കണ്ടതായ രംഗമാണ് ബദറി എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഇനിയും സമയമുണ്ടെങ്കിൽ നമ്മുടെ ടൈം അവസാനിക്കുന്നതിന് മുമ്പ് അബൂബക്കറിലേക്ക് മടങ്ങാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കുകൾ പെട്ടതാണ്, അഖ്റഉഹാ ലികിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ ഈ കിതാബിനെ അങ്ങേയറ്റം നന്നായി അള്ളാഹ് ഇറക്കിയതുപോലെ അതിൻ്റെ നിയമം പോലെ ഓതുന്നതായ മഹാവ്യക്തിത്വമാണ് ആര്? ഉബയ്യ് ഇബ്നു കഅബ്. ആര്? ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബിനോട് ഓദിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു എന്നാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഓതിത്തരട്ടെ എന്ന്, ഖുർആനിനെ നിങ്ങൾക്ക് അദ്ദേഹം ഓതിത്തരട്ടെ, എൻ്റെ പേര് അള്ളാഹു പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു. ഉബയ്യ് വാർത്ത കേട്ടപ്പോൾ എന്നെക്കുറിച്ചോ അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് എന്താണ് മനുഷ്യന് ഭൂമിയിൽ ലഭിക്കേണ്ടത്? ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇലാഹായ രാജാതിരാജനായ അർശിന്റെ ഉടമയായ സിംഹാസനത്തിന്റെ ഉടമയായ ഖാലിഖായ ജബ്ബാറായ ഖഹാറായ റബ്ബ് ഒരു അടിമയെക്കുറിച്ച് അദ്ദേഹത്തിനോട് ഖുർആൻ ഒതിപ്പിക്കും മുഹമ്മദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വിജ്ഞാനത്തിലൂടെ നിന്നെ അഭിനന്ദിക്കപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി കാണാം. അതാണ് ഉബയ്യ്. ആ ഉബയ്യിനെ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് എത്രയോ പേര് സഹാബാക്കൾ നിന്നിട്ട് ഇബ്നു മസ്ഊദിൽ നിന്നിട്ട് ഖുർആൻ ഉൾക്കൊണ്ടതുപോലെ ഉബയ്യിൽ നിന്നിട്ട് ഖുർആൻ പഠിക്കുകയും ചെയ്തു. ഉബയ്യിനെ ഇമാമത്ത് നിർത്താൻ വേണ്ടി വരെ തറാവീഹിനും മറ്റും മഹാനായ ഉമർ ഉപയോഗിച്ചു എന്നത് നമുക്ക് പരിചയമുണ്ടല്ലോ. وأعلمها بالحلال والحرام معاذ بن جبل نبينا محمد رسول الله. അവരിൽ നിന്നിട്ട് ഹലാലും ഹറാമും കൃത്യമായിട്ട് ഏത് ഹലാൽ ഏത് ഹറാം എന്ന കാര്യത്തിൽ അതിൽ സ്പെഷ്യലിസ്റ്റ് എടുത്ത, അതിൽ കഴിവുകൾപ്പുള്ള, അതിൽ ഫഖീഹായ മഹാപണ്ഡിതനാണ് ആര്? മുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബലിനെ ബുഖാരിയിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് സെലക്ട് ചെയ്തു പോകാൻ. യമനിലേക്ക് എന്തിനാണ് സെലക്ട് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹലാലും ഹറാമും അറിയുന്ന വ്യക്തി അതിൻ്റെ എല്ലാം മെയിൻ ഭാഗമാകുന്ന ആ ഫിഖ്ഹിൻ്റെ യഥാർത്ഥ ഫിഖ്, അതിൻ്റെ ബജ്ജയാകുന്ന, അതിൻ്റെ ഉത്തുംഗ ശൃംഗമാകുന്ന തൗഹീദ് കൊണ്ട് ആരംഭിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആരംഭിക്കണം?
തൗഹീദ് കൊണ്ടാണ് അവിടെ ദഅവത്ത് ആരംഭിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഹലാലും ഹറാമും പ്രഗൽഭനാണ് എന്ന പ്രത്യേകത റസൂലുള്ള പറഞ്ഞ ആ വ്യക്തിയെ അയക്കുമ്പോൾ പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തൗഹീദ് കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. അങ്ങനെയുള്ള മഹാനായ ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രഗൽഭരായ നേതാക്കളായ അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാനിന്റെ, അലിയിന്റെ മഹാത്മാക്കളായ നേതാക്കളുടെ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിന് അനുവാദം നൽകപ്പെട്ടു. ഫിഖ് പറയുമ്പോൾ അനുവാദം നൽകപ്പെടും എന്നതാണ്. ചെറുപ്പക്കാരനായ 30, 35, 36 വയസ്സിലാണ് അദ്ദേഹം വഫാത്തായി പോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതായ അബൂ ഉബൈദത്തുൽ ജറാഹ് പ്ലേഗ് രോഗം പിടിപെട്ടിട്ട് ഷാമിൽ മരിച്ച വാർത്ത ഇവിടെ പറഞ്ഞല്ലോ. അതേ പ്ലേഗ് രോഗത്തിലാണ് മഹാനായ മുആദ് ബിൻ ജബൽ എവിടെ വെച്ചിട്ട് മരിക്കുന്നത്? ഷാമിൽ വെച്ചിട്ട് മരിക്കുന്നത്. അത്രയും ചെറുപ്പത്തിൽ മരിച്ച വ്യക്തിത്വമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്ന വ്യക്തിത്വം. പക്ഷേ അത്രയും ചെറിയ യുവാവ് കേൾക്കുമ്പോൾ, പേര് കേൾക്കുമ്പോൾ, റസൂലുള്ളാഹി പറഞ്ഞ പ്രത്യേകത കേൾക്കുമ്പോൾ ഒരു വലിയൊരു 70-കാരൻ 60-കാരനൊക്കെ തോന്നും. അല്ല, ചെറുപ്പക്കാരനാണ്, യുവാവാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ആ യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഫിഖ് ശരിക്കും പഠിക്കാൻ, ഹലാൽ ഹറാമ് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് കൽപ്പ് റസൂലുള്ള കണ്ടപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന ശൈലിയാണ്, അതിൽ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുന്ന ശൈലിയാണ് നിങ്ങൾ ഞാൻ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ വഅലമുഹ, എൻ്റെ ഉമ്മത്തുകളിൽ ഏറ്റവും കഴിവുള്ള ആൾ ബിൽ ഫറാഇൽ സെയ്ദ് ഇബ്നു സാബിത്ത്, അല്പം മുമ്പ് പറഞ്ഞ ഭാഷയിൽ കൽപ്പും കഴിവും ഉണ്ടാക്കിയെടുത്ത ഹീബ്രു ഭാഷ പഠിച്ച വ്യക്തി ആരാണ്? സെയ്ദ് ഇബ്നു സാബിത്ത്. അദ്ദേഹം ഫറാഇൽ എന്ന് പറഞ്ഞാൽ എന്ത് ഇൽമാണ്? അനന്തരാവകാശം. എന്ത്? അനന്തരാവകാശം. അനന്തരാവകാശം അറിയില്ലേ? ഒരാൾ മരിച്ചാലേ അയാളെ സമ്പത്ത് എങ്ങനെ ഓരി വെക്കണമെന്നത് ഖുർആൻ ഏറ്റെടുത്ത ഒരു മസലയാണത്. ഖുർആനിൽ സൂറത്ത് നിസാന്റെ തുടക്കത്തിൽ കാണാം, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ സമ്പത്ത് എന്ത് കാട്ടണമെന്ന് വ്യക്തമായി അള്ളാഹ് വിവരിക്കുന്നുണ്ട്, വിശദീകരിച്ച് അള്ളാഹ് വിശദീകരണം നൽകുന്നുണ്ട്. അതിൻ്റെ എ മുതൽ സെഡ് വരെയുള്ളതായ എല്ലാ കാര്യങ്ങൾ വിഴുങ്ങിയ അള്ളാഹ് റസൂലിലൂടെ പഠിച്ച, ഗ്രഹിച്ച, മനസ്സിലാക്കിയതായ വ്യക്തിത്വമാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. അതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ടിൽ അഫ്റദു ഉമ്മത്തി സെയ്ദ്, എൻ്റെ ഉമ്മത്തുകളിൽ ഏറ്റവും ഫറായിദ് പഠിച്ച വ്യക്തിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. അതൊരു പ്രത്യേക ഇൽമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളക്കാർക്ക് അഭിമാനമായിരുന്നു ഷെയ്ഖ് അബ്ദുൽ സമദ് അൽ കാത്തിബ്. ഇന്ന് വരേക്കും അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള ഗ്രന്ഥമാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡറി സെക്ഷനിൽ പഠിപ്പിക്കുന്നത്. മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എഴുതിയതായ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏത് വിഷയത്തിലാണ്? ഫറായിദ് എന്ന മരണാനന്തരം ഒരു മനുഷ്യൻ്റെ സമ്പത്തിനെ എങ്ങനെയാണ് നാം ഓഹരി വെക്കേണ്ടത് എന്ന ഇൽമാണത്. ആ ഇൽമിലാണ് അദ്ദേഹം പുസ്തകം എഴുതിയത്. ആര്? ഷെയ്ഖ് അബ്ദുൽ സമദ് അൽ കാത്തിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മദീനയിൽ പണ്ട് 50-60 കൊല്ലം ജീവിച്ചൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം കേരളക്കാരനാണ്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സൗദി നാഷണലിലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളൊക്കെ ഇവിടെ 300-400 വ്യക്തികളുണ്ട് ഇവിടെ മദീനയിൽ. അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും, മനസ്സിലായില്ലേ? ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവ് കൽപ്പ് ആ രൂപത്തിൽ പ്രകടമായത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഫറാഇദിൽ കഴിവുണ്ട് എന്ന് കണ്ടപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ അത് ഗ്രന്ഥമാക്കി മാറ്റാൻ അദ്ദേഹം കൊണ്ട് സാധിച്ചു. ആ ഗ്രന്ഥമാക്കി മാറ്റിയപ്പോൾ ജനങ്ങളത് സ്വീകരിച്ചു, അംഗീകരിച്ചു. അദ്ദേഹം ജീവിച്ച കാലഘട്ടങ്ങളിൽ മദീന കോർട്ടിലുള്ള പല ഖാദിമാരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ അതൊക്കെ ഒരു മനുഷ്യനുള്ളതായ പ്രത്യേകതകൾ ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്ന് നിനക്ക് ഉപയോഗപ്രദമായ കാര്യത്തിൽ നിനക്ക് എന്ത് വേണം? അത്യാഗ്രഹം ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് കണ്ടതായ പ്രത്യേകതയാണ്. മദീനയിൽ നിങ്ങൾ കേട്ടതായ പ്രസംഗം ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖാണെന്ന് ഖുതുബോദിയത്. നമുക്ക് മക്കയിലേക്ക് മടങ്ങാൻ സമയമുണ്ടെങ്കിൽ മടങ്ങാം. മദീനയിൽ കേട്ടതായ വിഷയം അത് കോർട്ടുമായി ബാധിക്കുന്ന കാര്യമാണ്. മഹ്കമത്തുൽ ഇസ്തിനാഫിൽ അദ്ദേഹം ഹെഡായിരുന്നു കുറച്ച് കാലം. അദ്ദേഹം അനുഭവസ്ഥനാണ് എന്ന അർത്ഥത്തിലേക്ക് പറഞ്ഞത്. കോർട്ടിലേക്ക് വരുന്നതായ പ്രശ്നങ്ങളിൽപ്പെട്ടതാണ് ഈ കള്ളസാക്ഷി, കള്ളസത്യം പോലത്തതായ കാര്യങ്ങൾ. അത് സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. സാക്ഷി നിൽക്കുമ്പോൾ തന്നെ എന്നോട് സാക്ഷി നിൽക്കാൻ ആരംഭിച്ചത് എൻ്റെ കുടുംബ മെമ്പറല്ലേ, എൻ്റെ അടുത്ത ആളല്ലേ, എൻ്റെ സ്നേഹിതനല്ലേ, എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പരെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതല്ല. സാക്ഷി നിൽക്കാൻ പോകുന്ന കാര്യം ഹക്കാണോ ബാത്തിലാണോ എന്നത് മുമ്പ് ചിന്തിക്കണം.
അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. ഷഹാദത്തു സൂർ എന്നത് വൻദോഷമാണ്. കള്ളസാക്ഷി, കള്ളസത്യം ഇത് വൻദോഷമാണ്. കള്ളസത്യം ആവട്ടെ അതും വൻദോഷമാണ്, കള്ളസാക്ഷി നിൽക്കലും വൻദോഷമാണ്. അങ്ങനെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ, അത് മറ്റുള്ളവർക്ക് ഉള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം അതിനെ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ആക്കുക എന്നതാണ് കള്ളസാക്ഷിയിലൂടെ, കള്ളസത്യത്തിലൂടെ വരുന്നതെങ്കിൽ അതിലൂടെ നരകം സമ്പാദിക്കലായിരിക്കും സംഭവിക്കുക. ഈ സാക്ഷി നിൽക്കുന്നവൻ, ആ ചെയ്തവന് വേറെ, ഏത് പ്രശ്നത്തിന്റെ ഉടമ വേറെ, ആ ഉടമയോട് കൂടി ഈ സാക്ഷി നിന്നാളും നരകത്തിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ നിന്റെ വാചാലത കാരണത്താൽ, നീ കൊണ്ടുപോകുന്ന സാക്ഷിയുടെ വാചാലത കാരണത്താൽ ഖാദി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഖാദി നിനക്ക് വേണ്ടി ആ ഭൂമി വിധിച്ചു തരും. ആ നീ കട്ടെടുത്ത ഭൂമി, നീ അളന്നെടുത്ത ഭൂമി, വഞ്ചിച്ചെടുത്ത ഭൂമി, അതിനുവേണ്ടി കള്ളസാക്ഷിത്വം നിർവഹിച്ച ഭൂമിയുണ്ടല്ലോ, അത് നിനക്ക് ഒരു പക്ഷേ നിന്റെ വാചാലത കാരണത്താൽ ഖാദി വിധിക്കും. ഖാദി വിധിച്ചാൽ അത് ഹലാലാകുമോ? ഹലാലാവണമെങ്കിൽ ഹക്കാണോ ബാത്തിലാണോ എന്നതാണ് തീരുമാനിക്കേണ്ടത്. ഹക്കും ബാത്തിലും തീരുമാനിക്കാൻ ഗൈബ് ഖാദിക്കറിയില്ല. ഇത് ഞാൻ പറയല്ല, നിങ്ങളും പറയല്ല, ഖതീബ് പറയല്ല, റസൂലുള്ളാഹി പറയാണ്. എന്ത്? നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ചില പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ ഏറ്റവും കഴിവ് കൽപ്പുള്ള ആൾ പ്രാപ്തി കാരണത്താൽ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ വാചാലത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബാത്തിലിനെ ഹക്കാക്കും, ഹക്ക ബാത്തിലാക്കും. അതനുസരിച്ചിട്ട് ഞാൻ വിധിക്കും. ഒരു പക്ഷേ ആ വിധി ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ലല്ലോ. റസൂലുള്ളാഹിക്ക് എന്തറിയില്ല? ഗൈബ് അറിയുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാത്തിലായിട്ട് എന്ത് ചെയ്യും? നരകത്തെ മുറിച്ചു തരലായിരിക്കും. ഞാൻ നിങ്ങളോട് ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ പറയുന്ന കാര്യം അത് ഹറാമാണെങ്കിൽ അത് ഹറാമ തന്നെയായിരിക്കും. നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് സഹിതം ഞാൻ അത് നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് വിധിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് അനുവദനീയമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണോ അല്ലേ എന്നത് അത് നിങ്ങളുടെ മനസ്സാക്ഷിയാണ് പറയേണ്ടത്. നിങ്ങൾക്കറിയുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങളാണത് കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളാണ് അർത്ഥത്തിലും കൂട്ടത്തിലും കൂട്ടിയത്, അല്ലെങ്കിൽ സർവേരിക്കല്ല് എടുത്തിട്ട് നിങ്ങൾക്കുള്ള ഭൂമിയുടെ ആ അറ്റത്തിൽ നിന്നിട്ട് ആ സർവേരിക്കല്ല് അതിനെ കുറച്ച് ദൂരം മാറ്റി വെച്ചത് നിങ്ങളാണത്. അത് നിങ്ങൾക്കറിയും, ഖാദിക്കറിയില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അതിലൂടെ നിങ്ങൾ ഹറാമിനെ തിന്നാളായി മാറുന്നു, അല്ലെങ്കിൽ ഹറാമ് തീറ്റിയാളായി മാറുന്നു. സാക്ഷി നിൽക്കുന്ന ആളാകുമ്പോൾ, അല്ലെങ്കിൽ കള്ള സത്യം ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള കള്ള സാക്ഷികൾ, സത്യങ്ങൾ പോലോത്തതിൻ്റെ പിന്നിലുള്ള അപകടത്തെക്കുറിച്ചായിരുന്നു മദീന ഇമാം സൂചിപ്പിച്ചത്. അതോടൊപ്പം നാം നാട്ടിൽ ലോകത്തെ എവിടെയും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അവളെ തലാഖ് ചൊല്ലി കല്യാണം കഴിച്ചാലുള്ള ബാധ്യത അതുപോലെ ആരംഭിക്കുന്നു. ആ ബാധ്യതകളിൽ പെട്ടതാണ് അഥവാ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെല്ലേണ്ടതായ ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, തലാഖ് ചൊല്ലുന്ന സന്ദർഭത്തിൽ നിന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കാൻ 8 മാസം ബാക്കിയുണ്ടെങ്കിൽ 8 മാസത്തെ ചെലവ് നീ വഹിക്കണം ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട്. എന്നല്ലാതെ ഞാൻ തലാഖ് ചൊല്ലിയല്ലോ അവൾ പോകുന്ന പാട്ടിൽ പോകട്ടെ എന്ന് വെച്ചാൽ പറ്റൂല. അതുപോലെ തന്നെ ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന കാലഘട്ടത്തിൽ മുല കൂട്ടാൻ വേണ്ടിയുള്ളതായ ചെലവ് നീ അവൾക്ക്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, നിന്റെ കുട്ടിയാണ്, നിന്നിലൂടെ ഉണ്ടായ കുട്ടിയാണ്, നീ അവളെ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിലും അതുപോലെയുള്ള അവകാശങ്ങളിലൊന്നും വീഴ്ച വരുത്താൻ പാടില്ല എന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു? മദീന ഇമാമ് അവകാശങ്ങൾ പറയുമ്പോൾ ഊന്നിപ്പറഞ്ഞു വിശദീകരിച്ച് പറയുകയും ചെയ്തു. അത് ആയിരുന്നു ഇന്ന് മദീന ഇമാമിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ. ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ നാം പഠിക്കേണ്ടതായ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായിരിക്കണം. ഒരു നയാ പൈസ പോലും നമ്മുടെ ഭാഷയിൽ ഒരു അണ പോലും ഹറാമ് കലരാൻ പാടുള്ളതല്ല. അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതെങ്കിലും മാംസം വളരുന്നത് അത് ഹറാമിലൂടെയാണെങ്കിൽ ആ മാംസത്തിൻ്റെ ഉടമ നരകത്തിൽ പോകൽ നിർബന്ധമാണ് എന്ന പ്രവചനം ഞാനിവിടെ പലപ്പോഴും കേൾപ്പിച്ചതാണ്. അതെപ്പോഴും നാം മറക്കാൻ പാടുള്ളതല്ല. എന്ന് മാത്രമല്ല, ഹറാമ് കയറിക്കഴിഞ്ഞാൽ സഅദിനോട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ബ് മത്അമക തുജബ് ദഅവതുക, അത്ബ് മത്അമക തുജബ് ദഅവതുക. നീ നിന്റെ തീറ്റ ഹലാലാണെങ്കിൽ നിന്റെ ചോദ്യം, നിന്റെ അള്ളാഹുവിനോടുള്ളതായ പ്രാർത്ഥന, അതിന് ഉത്തരം ലഭിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കൂല. കാരണം മറ്റുള്ളവരുടെ നിന്ന് അല്ലെങ്കിൽ പലിശ തന്ന് നിന്റെ ചോരയെ, നിന്റെ മാംസത്തെ നീ എന്താക്കിയിട്ടുണ്ട്? വെടക്കാക്കിയിട്ടുണ്ട്, മലിനപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്നർത്ഥം. അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞതായ ആ ഉപദേശ നിർദ്ദേശങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ കബറുകളെ സ്വർഗ്ഗത്തുമാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ വിളിച്ചു കൂട്ടട്ടെ. നമ്മുടെ ഇടയിൽ പലർക്കും രോഗികൾ, സ്വന്തക്കാർ രോഗികളുണ്ട് എന്ന് വാട്സാപ്പ്
വാട്സാപ്പിൽ കൂടി നമ്മൾ പല സുഹൃത്തുക്കളും അയച്ചു. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വീണ്ടും പോയി ഡിസ്ചാർജ് ആയ ശേഷം വീണ്ടും പോയി അഡ്മിറ്റ് ആയവർ ഉണ്ട് എന്നും പലരും വിളിച്ച് പറഞ്ഞു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവരുടെ രോഗത്തെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ, പരിപൂർണ്ണ ആരോഗ്യം നൽകുമാറാകട്ടെ. അവർക്കും നമുക്കുമെല്ലാം അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ശേഷിക്കുന്നതായ വയസ്സിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ മതത്തെ സേവിക്കുവാനും ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി ഉണ്ടാക്കി തരട്ടെ. നമ്മളെല്ലാവർക്കും പല പ്രശ്നങ്ങളും അള്ളാഹുവിനോട് പറയാറുണ്ട്. മല പോലൊത്ത് വരുന്നതായ പ്രശ്നങ്ങളെ മഞ്ഞുപോലെയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. اللهم صل على محمد وعلى آل محمد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام وعلماء بلاد الحرمين سوءا اللهم فأشغله في نفسي. اللهم اجعل تدبيره يا حي يا قيوم يا حي يا قيوم برحمتك نستغيث من عذابك نستجير. لا إله إلا أنت سبحانك لك الحمد ولك الملك وحدك لا شريك لك. اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. وآخر